ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 5 ഗ്യാരണ്ടികൾ ഉറപ്പു നൽകിക്കൊണ്ടാണ് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അതിൽ വെള്ളം ചേർക്കുന്ന ഒരു നടപടി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ആകെ 2 പദ്ധതികൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. KSRTCയിൽ വനിതകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യ യാത്ര ഉണ്ടാകും. ഇതിന്റെ വിശദാംശങ്ങൾ പക്ഷേ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊന്ന്, വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ്, അത് ജപ്പാൻ മോഡലിൽ നടപ്പാക്കുമെന്ന് പറയുന്ന 2 ഗ്യാരണ്ടികൾ മാത്രമാണ് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ചില സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. ആശാ വർക്കർമാർക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. അപ്പോൾ 9000 രൂപയായിരുന്നത് 12000 രൂപയായി ഉയർത്താൻ പോകുകയാണ്. അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയത്തിലും വർധനയുണ്ട്. 1000 രൂപയാണ് വർദ്ധിപ്പിക്കുന്നത്. സ്കൂൾ പാചക തൊഴിലാളികൾക്കും 1000 രൂപയുടെ വർധനവ്. ചില രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറാകും. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നവകേരള സദസ്സിനോടനുബന്ധിച്ച് നടന്ന രക്ഷാപ്രവർത്തനം എന്ന് സർക്കാർ വിചാരിച്ച ആ രക്ഷാപ്രവർത്തനത്തിൽ പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവ് ഇടുക കൂടി ചെയ്തിരിക്കുകയാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വീണ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വീണ, ചില പ്രത്യേക വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് സർക്കാർ. അത് ആശാ വർക്കർമാർക്കടക്കം നൽകിയ ചില ഉറപ്പുകളുടെ ഭാഗമായിട്ടായിരുന്നു. മറ്റൊന്ന് രാഷ്ട്രീയപരമായ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വി ഡി സതീശൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്? ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ UDF സർക്കാർ 5 ഗ്യാരണ്ടികളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നൽകിയത്. അതിൽ 2 കാര്യങ്ങൾ പാലിക്കുന്നു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ നടപടികൾ സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തേത് ഈ KSRTC ബസ്സിൽ വനിതകൾക്ക് സൗജന്യ യാത്ര, അത് ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്നുള്ളതാണ്. അത് എത്തരത്തിലായിരിക്കും നടപ്പാക്കുക എന്നുള്ള വിശദമായ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയിട്ടില്ല. എന്നാൽ 15 മുതൽ ഇത് സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നുള്ളതാണ്. എന്തെങ്കിലും നിബന്ധനകളുണ്ടോ, മുൻഗണനകളുണ്ടോ, അതായത് സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകൾ എന്നതാണോ, അല്ലെങ്കിൽ പ്രായപരിധി, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക്, വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യുവാനുള്ള അവസരം നടപ്പാക്കുന്നു എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത് വയോജനങ്ങൾക്കായി പ്രത്യേക ഒരു വകുപ്പ് രൂപീകരിക്കുമെന്നുള്ളതാണ്. അത് എത്തരത്തിലായിരിക്കും നടപ്പാക്കുക, അതിൽ എന്തെങ്കിലും ചില പ്രത്യേകതകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കടന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ അത് നടപ്പാക്കിയിട്ടില്ല, ജപ്പാനിൽ അത് നടപ്പാക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ചായിരിക്കും അത് നടപ്പാക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾ, അതായത് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ വാക്ക് നൽകുന്നത് അത് പാലിക്കപ്പെടാനുള്ളതാണ്. ആ വാക്കിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്, ഓർമ്മയുണ്ട്. അതിനാൽ തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം വാക്ക് നൽകിയിരുന്നു. താൻ അടക്കമുള്ള UDF നേതാക്കൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്ത് സമരം ചെയ്തിരുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചു നൽകിയിരുന്നു. ഒപ്പം തന്നെ തങ്ങൾ അധികാരത്തിലേറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശാമാരുടെ അവകാശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആശാ വർക്കർമാർക്ക് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സമരപ്പന്തലിൽ നൽകിയ വാക്ക് നിറവേറ്റുന്നു ഇതിലൂടെ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അടുത്ത ഘട്ടമായി കുറച്ചുകൂടി ഇത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ ആശാ വർക്കർമാർക്ക് നൽകുമെന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, ഒപ്പം തന്നെ പ്രീ പ്രൈമറി ടീച്ചർ, അവരുടെ വേതനത്തിലും ഓണറേറിയത്തിലടക്കം വർധനമുണ്ട് എന്നുള്ളതാണ് പ്രഖ്യാപിച്ചത്.
പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1000 രൂപയടക്കം വർധനമുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട ജനകീയ കാര്യങ്ങളെന്ന് വി.ഡി. സതീശൻ അവകാശപ്പെടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ്. സാധാരണ ജനങ്ങളെ ഒപ്പം ചേർക്കുന്നതും ഒപ്പം തന്നെ ഈ സമരപ്പന്തലിലടക്കം എത്തി നൽകിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളുടെ ആദ്യ പടിയായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആ വാഗ്ദാനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം കടന്നത് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് വ്യാഴാഴ്ചയായിരിക്കും ഈ MLA-മാരുടെ സത്യപ്രതിജ്ഞ, അതിനുശേഷം സ്പീക്കറുടെ തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ. എങ്കിൽ 29-നായിരിക്കും നയപ്രഖ്യാപനം, ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടാകുക എന്നുകൂടി അദ്ദേഹം അറിയിച്ചു. ഒപ്പം തന്നെ G. സുധാകരനെ പ്രോടൈം സ്പീക്കറായി തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മറ്റൊരു സുപ്രധാനകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി, ആ രാഷ്ട്രീയ നീക്കത്തിന്റെ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുകയുണ്ടായി. നവകേരള സദസ്സുമായി 2023 നടന്ന പരിപാടിയിൽ ഈ പരിപാടി കാണാൻ നിന്ന ആലപ്പുഴയിൽ നിന്ന പ്രവർത്തകർക്ക് നേരെ, അല്ലെങ്കിൽ പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്ക് നേരെ സുരക്ഷയുടെ ഭാഗമായി അതിക്രൂരമായ അക്രമം അഴിച്ചുവിട്ട അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ ഗൺമാൻമാർ അതിക്രൂരമായി മർദ്ദിച്ച സംഭവമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോടതി ഒരു അന്വേഷണം നടത്തണമെന്നൊരു ഉത്തരവിട്ടിരുന്നു. പക്ഷേ അതിൽ നടപടി ഉണ്ടായിട്ടില്ല. അതിൽ നടപടി ഉണ്ടാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ആ അന്വേഷണം നടത്തുന്നതിന് ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. എപ്പോഴും നമ്മൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്, ഇടത് സർക്കാർ ഭരണത്തിലായിരുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ പലതവണ പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ് ഈ ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നു എന്നുള്ള കാര്യം. ഒപ്പം തന്നെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ധവളപത്രം പുറത്തിറക്കുമെന്ന്, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കൂടി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഈ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവുണ്ടാക്കുന്നതിനും അവരിൽ അവബോധം ഉണ്ടാക്കുന്നതിനും നിലവിലെ സ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് ധവളപത്രം പുറത്തിറക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഒരു വിദഗ്ധ ടീമിനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമിക്കുമെന്ന് കൂടി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു, മാധ്യമപ്രവർത്തകരടക്കം ചോദിച്ചു. മന്ത്രിസഭാ രൂപീകരണമായി ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു, തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ മന്ത്രിമാർക്ക് നൽകേണ്ട വകുപ്പുകൾ, അത് ഏതൊക്കെ മന്ത്രികൾ, അതിലെ ഏതൊക്കെ വകുപ്പുകളാണ് മന്ത്രിമാർക്കുള്ളത്, ഈ മന്ത്രിമാരുടെ പൂർണ്ണമായിട്ടുള്ള വകുപ്പുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരാത്ത സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എപ്പോഴായിരിക്കും പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഗസറ്റ് വിജ്ഞാപനം ഉടനെ തന്നെ വരും. തിരിച്ചുള്ള ചോദ്യം വല്ലതും വൈകിയോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. റെക്കോർഡ് സ്പീഡിലല്ലേ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളൊരു മറു ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനെ കുറിച്ചും അദ്ദേഹം വാചാലനായി. കേന്ദ്ര നേതാക്കൾ, ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ എത്തിയതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ഒപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരെത്തി. എല്ലാ നേതാക്കളെയും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള, എല്ലാവർക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങല്ലേ നടത്തിയെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ അടുത്ത ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത മന്ത്രിസഭാ യോഗം നടക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ വിശദാംശങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം കൂടി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി വരും നാളുകളിൽ പ്രതിപക്ഷത്തോട്, പ്രത്യേകിച്ച് CPM-നോട് എന്താകും ഈ സർക്കാർ കൈക്കൊള്ളാൻ പോകുന്ന സമീപനം എന്നതിൻ്റെ ചെറിയൊരു സൂചന മാത്രമാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പിണറായി രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച നടപടി, പോലീസ് നടപടി, അതിൽ പിണറായിയുടെ ഗൺമാന്മാർക്കെതിരെ അന്വേഷണം വേണമെന്ന് കോടതി ഉത്തരവിട്ട സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു അന്വേഷണവും നടന്നില്ല. ഇക്കാര്യത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗം. ആ തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും UDF അണികളെ, കോൺഗ്രസ് അണികളെ കയ്യിലെടുക്കുന്ന ഒരു തീരുമാനം തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈക്കൊണ്ടിരിക്കുകയാണ്.